വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡാണ്, നമ്മളെ 1000 എപ്പിസോഡാണ്. അപ്പൊ അതും ഹാപ്പി അവി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾക്കായി ഇന്ന് ഞാൻ സ്പെഷ്യലായി കൊണ്ടുവന്നിരിക്കുന്നത്, ആളെ മനസ്സിലാവുണ്ടാവില്ല മിക്കവാറും, ജാൻ ചേട്ടനാണോ എന്ന് വിചാരിക്കുന്നു. അപ്പോ ക്രോയ്സന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ക്രോയ്സന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി മെത്തേഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ പ്രൊഫഷണൽസ് ഒന്നും എന്നെ എന്താ പറയാ ഇതിൽ കമന്റ് ഒന്നും ഇടണ്ട, കാരണം അതുപോലെയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതായത് കമ്പാരിസൺ പറ്റില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കേക്ക് കട്ട് ചെയ്യാം അല്ലെ. എന്തായാലും ഇത്രയും നാളത്തെ ഒരു എന്താ പറയാ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്, അധ്വാനമാണ്. അപ്പൊ 1000 എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറവല്ല. ഇനിയും ദൈവം സഹായിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പെർമിഷനോട് കൂടി കട്ട് ചെയ്യാം. എല്ലാരും വിളിച്ചോ. നിങ്ങളെല്ലാവരുടെ സഹായം കൊണ്ട് മാത്രമാണ്. എല്ലാവരും വാ. അപ്പൊ കട്ട് ചെയ്യാണ്. അവിടെ പോയിരുന്ന ആൾക്കാരൊക്കെ എന്തോ കാണിക്കുന്നു. താങ്ക് യു. Happy 1000 to you. Happy 1000 to you. Happy 1000, happy 1000, happy 1000 to you. പാട്ട് പാടിയവരെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെയൊക്കെ കാണിച്ചു തരണം. ഹായ്, കൈയടിച്ചവര് ബാക്കിൽ നിന്ന്. നിങ്ങളും കൈയടിച്ചോ? കഴിച്ചു. ഇത് എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ക്യാമറയ്ക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ക്രോയ്സന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പിയായ ക്രോയ്സന്റ്, പക്ഷെ ക്രോസാന്റ് എന്നാണ് പറയാ. അപ്പോൾ എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാലും സംഭവം ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പരീക്ഷണമായിരുന്നു. ശരിയായപ്പോൾ എന്തായാലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു. അത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 390 ml പാല്, ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂട് പാടില്ല, കാരണം നമ്മൾ ഇതിലോട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് അങ്ങ് ആക്റ്റീവ് ആവില്ല, അതങ്ങ് ചത്തുപോകുന്നു പറയും. അപ്പോൾ ചെറിയ ചൂടുള്ള പാലിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഏത് ഈസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം അങ്ങ് മാറ്റി വയ്ക്കാം. ചെറിയൊരു പത പോലെ വരും 10 മിനിറ്റ് കഴിയുമ്പോഴേക്കിനും. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം അളന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സമയത്ത് 1 ടീസ്പൂൺ ഇട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പ്. അപ്പോൾ കഴിച്ച് നോക്കി, ക്രോയ്സന്റ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്നത് 4.5 കപ്പ് മൈദയാണ്. 4 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 220 ഗ്രാം ഉണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. കാരണം ഞാൻ 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളിപ്പോൾ എത്ര എടുത്തു കഴിഞ്ഞാലും മിക്സ് ചെയ്ത് വരുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പൊ ഇച്ചിരി കൂടുതൽ ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചധികം മൈദ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഒരു അല്പം മുന്നോട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെക്കാം ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് 1 കപ്പ് ബട്ടർ, ഇതിന്റെ വെയിറ്റ് 250 ഗ്രാം ആണ്. അപ്പോൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോൾട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഉപ്പിന്റെ അളവ് കുറച്ചാൽ മതിയാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പ് ഈ ഓൾ പേർപ്പസ് ഫ്ലോറിലോട്ട് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നോക്കിയാൽ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരിവാവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ഇതുപോലെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ പതഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈസ്റ്റ് ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അതായത് കുറേ നാൾ നമ്മൾ ഈസ്റ്റ് വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴും ആക്റ്റീവ് ആവില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുതിയ ഈസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. പുതിയ ഈസ്റ്റ് കൊണ്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് വരില്ല. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ആ പഞ്ചസാര ഈസ്റ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ 250 ഗ്രാം ബട്ടർ, അതായത് 1 കപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒഴിക്കരുതേ ഒരിക്കലും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോകും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് മൈദയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ മാത്രമല്ല നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും മൈദ എക്സ്ട്രാ എടുത്ത് വെച്ചോളൂ. പിന്നെ ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് ഇട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കാൻ കൈയിൻ്റെ സഹായം തേടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് മിക്സറിന്റെ സഹായം തേടാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഹുക്കുള്ള ഹാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. ഇത് മിക്കവാറും എല്ലാവരുടെ അടുത്തും ഇപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ മക്കളെ. അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണത്. എന്നെ പോലെ കൈവേദനയുള്ള ആൾക്കാർക്കൊക്കെ അത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ചായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം മൈദ. ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പാല് കൂടിയെന്ന് തോന്നും, അയ്യോ എന്ത് ചെയ്യേണ്ടതെന്നൊന്നും വിചാരിക്കരുത്. ടെൻഷനൊന്നുമില്ല, കുറച്ചും കൂടെ മൈദ അങ്ങ് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അടുത്തത് ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള കൈയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഭർത്താക്കന്മാർ വീട്ടിലാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. ഇടയ്ക്ക് ഒരു പണി കൊടുക്കുക നമുക്ക്. വല്ലപ്പോഴും മാത്രമല്ലേ നമ്മൾ ഇതൊക്കെ വീട്ടിലുണ്ടാക്കുള്ളൂ. ബ്രെഡും ക്രോയിസൻ്റ് ഒക്കെ മൊത്തത്തിൽ ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് കുഴക്കണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കണേ കുഴച്ചെടുക്കാം. കാരണം അത്രയും കുഴച്ചാൽ മാത്രമാണ് നന്നായിട്ട് വരുള്ളൂ. ഇനി ഞാനത് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടിട്ട് പെർഫെക്റ്റ് ആയി തോന്നുന്നുണ്ട്. ഇച്ചിരി കുഴച്ച് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ അളവൊക്കെ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ച് കുഴക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം കുഴയ്ക്കുക. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കാം. ഒന്നില്ലെങ്കിൽ ഒരു തുണിയിട്ട് മുകളിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ചാലും മതിയാവും. പിന്നെ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് വെക്കരുത്, അത്യാവശ്യം ചൂടുള്ളത്. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ അടച്ച് വെച്ചാൽ മതി. ഇത് ഡബിൾ ദ സൈസ് ആവണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 മിനിറ്റ്, ഇപ്പോൾ ഇവിടുത്തെ ദുബായിലത്തെ ചൂടനുസരിച്ചാണെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ നന്നായിട്ട് പൊങ്ങിക്കോളും. അപ്പോൾ നാട്ടിൽ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെക്കേണ്ടതായിട്ട് വരും. ഇതങ്ങ് ഇരട്ടി ആവണം കേട്ടോ. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കുട്ടികളെ, 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾ സമയം എത്ര അനുസരിച്ച് നിശ്ചയിച്ചോളൂ. ഇപ്പം എനിക്കിവിടെ 1/2 മണിക്കൂറിനുള്ളിൽ ഈ ഒരു അവസ്ഥയിലോട്ട് മാവ് എത്തിയിട്ടുണ്ട്. ഡബിൾ ദ സൈസായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് പുറത്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്കിതിനെ 18 ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എവിടെയാണോ നിങ്ങളത് പരത്താൻ പോകുന്നത് കുറച്ചൊന്ന് മൈദമാവ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിന് 18 ഈക്വൽ പോർഷൻസ് ആക്കട്ടെ. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് ഇങ്ങനെ വേരിയേഷൻ വന്നാൽ കുഴപ്പമൊന്നുമില്ല. 18 ലെയറാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. 18 പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 18 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ അത് പരത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് മാവ് തൂയി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് റൗണ്ട് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ആളായതുകൊണ്ട് ഞാനൊന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പരത്തുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലത്തെ ചെയ്യണമെന്നൊന്നുമില്ല. സാധാരണ ഒരു പലകയിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും വെച്ച് പരത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ തൂയി കൊടുക്കാം. ഇതിനെ നമുക്ക് ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇത് റൗണ്ട് ആവണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് പണികളുണ്ട്. അപ്പൊ ഇതുപോലെ ഏകദേശം ഒരു വൃത്താകൃതിയിൽ പരത്തുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ വേണം. സോഫ്റ്റ് ആക്കിയിട്ടുള്ള ബട്ടറാണ് വേണ്ടത്. അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ മേലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കൈ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതിന് അളവൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഇതേപോലെ അങ്ങ് പരത്താം. കൈയാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഈസിയസ്റ്റ് മെത്തേഡാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതേ. അപ്പോൾ ശരിക്കുള്ള ക്രോയിസൻ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ തന്നെ തല്ലും. പക്ഷേ നമുക്ക് റിസൾട്ട് സെയിം തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതല്ലേ നമ്മുടെ ഒരു എന്താ പറയുക ആഗ്രഹം. നിങ്ങൾക്ക് തന്നെയല്ലേ വേണ്ടത്. മാക്സിമം എല്ലായിടത്തേക്കും ഇതങ്ങ് പരത്താം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു ഉരുളി എടുത്തിട്ട് അതും ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒത്തിരി പരത്തണ്ട. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് തന്നെ അതിന് ഓരോ ലെയർ കറക്റ്റായിട്ട് അങ്ങ് വലിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പോലെ നമുക്കങ്ങ് ഒരുപാടങ്ങ് നീട്ടി പരത്തേണ്ട ആവശ്യമില്ല.
ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇച്ചിരി പൊട്ടി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക 18 ലെയറും. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പരട്ടി കൊടുക്കുക. അടുത്ത ലെയർ വയ്ക്കുക. അങ്ങനെ 18 ഉരുളയും ഇതേപോലെ തന്നെ അങ്ങ് പരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ 18ാമത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അങ്ങ് വലിച്ചു നീട്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ആയില്ലെങ്കിലും നമ്മളങ്ങ് വലിക്കുമ്പോൾ ആ ഷേപ്പിലോട്ട് അങ്ങ് വന്നോളൂ. ഫസ്റ്റത്തെ ലെയറിന് മുകളിൽ ബട്ടർ പുരട്ടില്ല കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടുക, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് മൂടിയാലും മതി. നമ്മളിത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ വെക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ 18 ലെയർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടോ. 1/2 മണിക്കൂർ വെച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് കറക്റ്റ് തോന്നിയില്ല. അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരത്താൻ പറ്റണം. അതേസമയം ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് അന്നത്തെ ദിവസം തന്നെ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഒരുപാട് നേരം വെക്കുകയാണെങ്കിൽ വെച്ചാൽ പരത്താൻ പറ്റില്ല, കല്ലുപോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം പരത്താൻ പാടുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനെ മാക്സിമം നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കുമ്പോൾ ബട്ടർ അലിയാൻ തുടങ്ങിയെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് ഫ്രീസറിൽ വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ബട്ടർ വീണ്ടും തിക്കായതിന് ശേഷം പരത്താം. ഓക്കെ, ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 18 ലെയറിൻ്റെ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാക്സിമം നൈസാക്കി അങ്ങ് പരത്തുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ട് പരത്തി ഉള്ളിൽ നിന്ന് ബട്ടർ വരാൻ തുടങ്ങുന്നു തോന്നുകയാണെങ്കിൽ വീണ്ടും അങ്ങ് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത്രയും പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ പരത്താൻ പറ്റില്ല, കാരണം ഇനി ഞാൻ പരത്തി കഴിഞ്ഞാൽ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ വീണ്ടും ഇത് ഫ്രീസറിൽ വെക്കുകയാണ്. അതിനുശേഷം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഫ്രീസറിൽ ഇത് കൊള്ളൂല, അതുകൊണ്ട് ഞാൻ ഇതിനെ ഹാഫായിട്ട് മുറിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് ഇനി ഇതിനേക്കാളും തിക്നെസ് കുറയ്ക്കണം കേട്ടോ. പേടിക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നമ്മൾ ബട്ടർ ഇങ്ങനെ കൈ നമുക്ക് കയ്യിൽ പോരും. ഇതുപോലെ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഫ്രീസറിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. കാരണം ബട്ടർ നന്നായിട്ട് കട്ടിയായി മാത്രമാണ് നമുക്ക് വീണ്ടും പരത്തി നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും ഒരു 15 മിനിറ്റ്, ആ 2 പീസും 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പരത്താം. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പോർഷൻ ഇപ്പോഴും ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തെടുക്കുക. ഒരുമിച്ചെല്ലാം എടുക്കണ്ട. ഇതിന് ശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് പരത്താൻ പോകുന്നത്. അല്ലെങ്കിൽ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് അതിന് കട്ട് ചെയ്യാം. അപ്പം ഇതിനാദ്യം പകുതി വെക്കാം. പിന്നെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളല്ലേ കഴിക്കുന്നത്. 3 പോർഷനാക്കുക. 12 പീസാണ് കേട്ടോ. 12 ക്രോയ്സൻ്റ് ആണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. ഞാൻ അത്യാവശ്യം വലിയ ക്രോയ്സൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ, ഇനി ഓരോന്നിനെ നമുക്കങ്ങ് നന്നായിട്ട് തിന്നായിട്ട് അങ്ങ് പരത്താം. ഇത്ര എളുപ്പമാണോ ഇത് ചെയ്യാൻ? 2-3 പ്രാവശ്യം ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. ആ ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, വീണ്ടും എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ വേ ഒന്നും അല്ലത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി. അപ്പോൾ തിന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. ഇതിൻ്റെ തിക്നെസ് ഇത്ര നൈസാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അങ്ങ് കുക്കാവാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് നമുക്കിനി ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് ലെയേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയുള്ളൂ. ഇത് കളയണ്ട കേട്ടോ. ഇത് അവസാനം നമുക്ക് ഈ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ബേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിലില്ലേ, ഇതിൻ്റെ മിഡിലിൽ നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്കങ്ങ് ചുരുട്ടിയെടുക്കാം. അപ്പം എന്തായി അതൂ? ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ മാറ്റാം. അപ്പം എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ഒരുമിച്ച് അങ്ങ് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം.
7 ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്ത് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഉണ്ട്. ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ മുട്ട ഉപയോഗിക്കേണ്ട, അതിന് പകരം പാല് മാത്രം ഇതിന്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം കേട്ടോ. അപ്പൊ ബേക്ക് ചെയ്യുന്നേക്കാളും തൊട്ട് മുൻപ് രണ്ടാമത്തെ പ്രാവശ്യവും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ആക്കി കൊടുക്കാം. എന്തിനാണെന്നറിയാമോ? ആ ഗ്ലേസ് കിട്ടാനും ആ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ് വാഷ് അല്ലെങ്കിൽ പാല് ഇതേപോലെ ബ്രഷ് ചെയ്യാൻ പറയുന്നത്. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മൊത്തത്തിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. എല്ലാത്തിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ബാച്ചും ഷേപ്പാക്കി ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് പാല് മാത്രം അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ അവനിൽ മാത്രമേ വെച്ച് ചെയ്തിട്ട് ബേക്ക് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ കടായിലൊന്നും വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ ഈ പരിപാടി കടായിൽ ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പരീക്ഷണം നടത്തിയ സമയത്ത് അത് ചെയ്യാനുള്ളൊരു സാഹചര്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രോയിസൻ്റ് ഇതാ വെച്ചതിനേക്കാളും ഇരട്ടി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ബേക്ക് ചെയ്യാൻ വെക്കുന്നേക്കാളും മുൻപ് വീണ്ടും ഒരു എഗ് വാഷ് കൊടുക്കണം. നമ്മൾ ആദ്യം എഗ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ. അല്ലെങ്കിൽ മിൽക്ക് ആണെങ്കിൽ മിൽക്ക്. പിന്നെ ഞാനിപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാം ആദ്യത്തെ 10 മിനിറ്റ്. അതിനുശേഷം ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് 160 ആക്കിയിട്ട് വീണ്ടും നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പൊ നല്ല ഗോൾഡ് കളർ ആയിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കെടുത്ത സമയം അരമണിക്കൂറാണ് കേട്ടോ. നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവനിലോട്ട് നമ്മുടെ ക്രോയിസന്റ് വെച്ച് കൊടുത്തു. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തു. പിന്നെ നമ്മൾ 160 ആക്കി 160 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തു. മൊത്തം എനിക്ക് എൻ്റെ അവനിൽ എടുത്തിരിക്കുന്ന സമയം 30 മിനിറ്റ് ആണ്. പക്ഷേ ഓരോ അവനനുസരിച്ചും അത് മാറ്റം വരും. ഇതുപോലെ നല്ല ഗോൾഡൻ ക്രസ്റ്റ് ആവുന്നവരെ ബേക്ക് ചെയ്യുക, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ നേരം അരമണിക്കൂറെങ്കിലും മിനിമം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം മാത്രം മുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എന്നാ ഇപ്പൊ ഇങ്ങനെ വീഡിയോ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ മതിയില്ലേ? ഇങ്ങനെ മതിയില്ലേ? അല്ല, ഇതുപോലത്തെ ഒരു ഷോട്ട് ഉണ്ട് നേരത്തെ. കറക്റ്റ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതങ്ങ് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ടേ? ഇത് ഇങ്ങനെ ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇത് വന്നിട്ട് നമ്മുടെ എഗ് വാഷാണ്. ഇത് മിൽക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അതാണ് കളറ് ചേഞ്ച് തോന്നുന്നത് നിങ്ങൾക്ക്. അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ? മുറിച്ചതിന് ശേഷം ആ ഉള്ളിലത്തെ ലെയേഴ്സ് കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സീരിയസ്ലി നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ആ റിസൾട്ട് കാണുമ്പോൾ നമ്മളുടെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കിടക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. വീനാസ് കറികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 18 ലെയേഴ്സ് മറ്റേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ഭയങ്കര കൈ വേദന എടുക്കും. അത് ആരോഗ്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ പോലുള്ള കൈവേദനയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സെയിം റിസൾട്ട് കിട്ടുകയും ചെയ്യും. പണി വളരെ കുറവാണ്. ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എനിക്ക് 101% സാറ്റിസ്ഫൈഡ് ആയ റെസിപ്പിയാണ്. മാത്രമല്ല വളരെ കുറച്ച് ട്രയൽസിൽ തന്നെ ശരിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000ാമത്തെ എപ്പിസോഡ് ഇത്രയും നല്ല റെസിപ്പി നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എൻ്റെ കസിൻസിനും എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാക്സിമം നമ്മുടെ ക്രോയിസന്റ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ എത്തിക്കുക, വീനാസ് കറിവേളിനെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പൊ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ബൈ. എല്ലാവരും ബൈ പറഞ്ഞോ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഓ, ക്രിസ്പി ക്രിസ്പി. സോഫ്റ്റ് ഉള്ളില് എന്റെ ജീവിത സബല എന്താ
അമ്മു കഴിച്ചു മറ്റേ കഴിച്ചോളൂ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഉപേക്ഷിച്ച ഒരു റെസിപ്പി ആയിരുന്നു. കാരണം അതിന്റെ ഹാർഡ് വർക്ക് കണ്ടപ്പോ എന്റെ കൈ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി അപ്പോഴാണ് അമ്മും ഗീതിയും വരാന്ന് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഈ റെസിപ്പി എനിക്കൊരു എന്താ പറയാ, ചാനൽ എന്ത് പേരെന്ന് അറിയത്തില്ല, അതിന് ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. നിങ്ങൾ അത് നോക്കിക്കോളൂ. കാരണം അതാണ് എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം അതില്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല. അപ്പൊ ആ റെസിപ്പി ചെയ്ത ചാനലിലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കളറും ഇതൊക്കെ ടെക്സ്ചറൊക്കെ നന്നായിട്ടാ. ഇത് കുറച്ച് ചൂടാറിയിട്ട് വീണയുടെ ഇതാണോ ഇത് നിന്റെ 1000ാമത്തെ എപ്പിസോഡ്? അത് അഫ്ഗാനി ചിക്കനാ. ഏതായിരം അത് തിന്നു നോക്കിയിട്ട് ഇതിന് ഉപ്പ് കുറവാണ് എന്തായാലും. അവി ബേക്ക് ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് നോക്കില്ലായിരുന്നു.